ഞാൻ ജർമ്മനി എത്തുമ്പോ വായിന്ന് പുക പോണ ടൈം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങണ ടൈമില് ആൾക്കാരെ വിളിക്കാൻ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കാൻ ഒരു പട്ടിക്കുഞ്ഞോലും. ഞാൻ അങ്ങാടും ഇങ്ങാടും നോക്കി പൊട്ടനെ പോലെ. എങ്ങോട്ട് പോണോന്ന് അറിയില്ല. എസ്കലേറ്റർ കയറോ ലിഫ്റ്റ് കയറോന്ന് അറിയില്ല. ഫോണിലാണെങ്കിൽ സിം ഇല്ല. കിട്ടിയ വൈഫൈ കൊണ്ട് ഞാൻ ലൊക്കേഷൻ ഇട്ട് ഞാൻ ഇറങ്ങിയത് ഫ്രാങ്ക്ഫൂട്ടിൽ. എന്റെ റൂം യൂബർലിങ്കല്. അങ്ങോട്ടേക്കാണെങ്കിൽ 9 മണിക്കൂർ. ടിക്കറ്റ് എടുക്കാൻ അറിയില്ല. മുള്ളാൻ പോയപ്പോ അവിടെ പൈസ. ചില ബാനോഫി ലിഫ്റ്റ് ഇല്ല. കയ്യിലാണെങ്കിൽ 47 കിലോ. ഇതും പൊക്കി എങ്ങനെ പോകുന്ന അറിയില്ല. ഒന്നും അറിയാണ്ട് റോഡിന്റെ നടുവിൽ നിന്ന് പോണ വഴിക്ക് കാട്ടിപ്പെട്ട് ഊബാനസ്ബാൻ അറിയോ ഒന്നും അറിയാം. വിഷമിച്ച് പണ്ടാറടങ്ങി. ഒറ്റക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല. എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പെട്ടിട്ടില്ല. ഞാൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. ഒറ്റക്ക് ഒന്നും അറിയാതെ പൊട്ടനെ പോലെ ഇരുന്ന് ഞാൻ. നിന്റെ ലൈഫിൽ നിന്നെ രക്ഷിക്കാൻ വേറെ ഒരാളും വരൂല. പെട്ടെന്നും പറഞ്ഞിരിക്കാൻ തയ്യാറായില്ല. ഒറ്റക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. യൂട്യൂബ് നോക്കി ഞാൻ DB ഡൗൺലോഡ് ചെയ്ത് വഴികൾ എന്നിട്ട് സ്ക്രീൻഷോട്ട് അടിച്ച് എസ്കലേറ്റർ കയറി. കാരോട് അറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിച്ച് ട്രെയിൻ കയറി. ട്രെയിനിന്റെ പൊക്കത്തേക്ക് ഇത് വലിച്ചു കയറ്റി. ബസ്സിൽ കയറ്റി. 47 കിലോ പൊക്കി നടന്നു ഞാൻ. ഇതും പൊക്കി ഇറക്കി. ബാനോഫി കൂടി നടന്നു ഞാൻ. ആരുമില്ലാത്ത വഴി കൂടി നടന്നു. ഒറ്റപ്പെട്ട കാട്ടി കൂടി നടന്നിനെ. ലൈറ്റ് പോയപ്പോ കയ്യിലുണ്ടായ ഫോൺ കൊണ്ട് ഫ്ലാഷ് അടിച്ചു. ഒറ്റക്ക് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴും ഞാൻ ഒറ്റക്കാണ്. ഇനി ഞാൻ ഒറ്റക്ക് തന്നെ ജീവിക്കും. എനിക്കൊരു കുഞ്ഞിന്റെ ആവശ്യമില്ല.